നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം എന്താണ് പ്രൊജക്ഷൻ എന്ന് നോക്കാം. സോ ലെറ്റ് എച്ച് ബി എ ഹിൽബർട്ട് സ്പേസ് ആൻഡ് എൽ ബി എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എച്ച്. പിന്നെ മുതൽ നമ്മൾ പ്രൊജക്ഷൻ പറയുമ്പോഴെല്ലാം എൽ എന്ന് പറഞ്ഞെടുക്കുന്നത് പ്രൊജക്ഷൻ ഓൺ ടു എ സബ്സ്പേസ് എന്നാണ് നമ്മൾ എടുക്കുക. ആ സബ്സ്പേസ് ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇനി മുതൽ എടുക്കാൻ പോകുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു എലമെൻ്റ് ആണ്, എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. ദെൻ വി ഡിഫൈൻ ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ ആസ് റോ എക്സ് എൽ ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് വൈ വെർ വൈ വാരീസ് ഓവർ എൽ. സോ എൽ എന്ന് പറയുന്ന സബ്സ്പേസിലെ ഓരോ വൈയും എടുക്കണു, എന്നിട്ട് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, നോം ഓഫ് എക്സ് മൈനസ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഈ എല്ലാ ഡിസ്റ്റൻസുകളുടെയും കൂടി കളക്ഷൻ എടുത്തു, അതിൻ്റെ ഇൻഫിമത്തിനെയാണ് നമ്മൾ റോ എക്സ് എൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളോട് അടുത്ത, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കണു. സോ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ നിൽക്കണു, ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അവിടേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിൽക്കുന്ന ഒരാളോട് തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് വന്ന് കയറുന്ന അത്രയും ഡിസ്റ്റൻസാണ് അയാൾ പറയുക. നേരെ മറിച്ച് പടിഞ്ഞാറേക്കോട്ടയിൽ നിൽക്കുന്ന ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ നായ്ക്കനാൽ എത്താനുള്ള ഡിസ്റ്റൻസേ പറയുള്ളൂ, അല്ലാതെ ജില്ലാ ഹോസ്പിറ്റലിൽ എത്താനുള്ള ഡിസ്റ്റൻസ് പറയില്ല. അപ്പോൾ അങ്ങനെ റോ എക്സ് എൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് വൈ വെർ വൈ വാരീസ് ഓവർ എൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രൊജക്ഷൻ എന്താണെന്ന് പറയാൻ പോവുകയാണ്. സപ്പോസ് ഈ എൽ എന്ന് പറയുന്ന ക്ലോസ്ഡ് സബ്സ്പേസിൽ ഒരു പോയിന്റിൽ ഈ ഇൻഫിമം അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നമുക്കറിയാം ഒരു സെറ്റിൻ്റെ ഇൻഫിമം ആ സെറ്റിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈകളാണ് പെർ വൈ വാരീസ് ഓവർ എൽ. അപ്പോൾ ഈ സെറ്റിൻ്റെ ഇൻഫിമം ഈ സെറ്റിൽ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഒരു പർട്ടിക്കുലർ വൈക്ക് നോം എക്സ് മൈനസ് വൈ ഈ സെറ്റിൻ്റെ ഇൻഫിമം ആവുന്നുണ്ടെങ്കിൽ ആ വൈയെയാണ് നമ്മൾ പി എൽ ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഇസ് മെൻ ബൈ പി എൽ ഓഫ് എക്സ്? പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ. ഈ വൈയെയാണ് പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു പർട്ടിക്കുലർ കേസിലേക്ക് കടക്കുകയാണ്. ഈ എൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എച്ച് ആണ്. ഈ എൽ സെപ്പറബിൾ ആണ് എന്ന് വിചാരിക്കാം. എൽ സെപ്പറബിൾ ആണെങ്കിൽ നമുക്കറിയാം എല്ലിന് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടായിരിക്കും. എല്ലാ സെപ്പറബിൾ സ്പേസുകൾക്കും നമുക്കൊരു, ഇവിടെ എച്ച് ഹിൽബർട്ട് സ്പേസ് ആണ്. എൽ ക്ലോസ്ഡ് ആകുമ്പോൾ ക്ലോസ്ഡ് സബ്സ്പേസുകളെല്ലാം ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. ഒരു ഹിൽബർട്ട് സ്പേസിൻ്റെ എല്ലാ ക്ലോസ്ഡ് സബ്സ്പേസുകളും ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. സോ എൽ എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആയി. സോ എല്ലിന് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടായിരിക്കും. ആ അങ്ങനെയുള്ള ഒരു ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് ഞാൻ ഈ സിസ്റ്റം ഇ ഐ എടുത്തിരിക്കുകയാണ്. ഓക്കെ, നൗ എക്സ് എന്ന് പറയുന്നത് എച്ചിലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. ആൻഡ് ഐ ആം ഡിഫൈനിങ് വൈ ആസ് സമ്മേഷൻ ഓവർ ഐ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇ ഐ കളക്ഷൻ ഇ ഐ സിസ്റ്റം ഇ ഐ എന്ന് പറയുന്നത് എല്ലിൻ്റെ ബേസിസ് ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ സമ്മേഷൻ എൽ എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലെ ഒരു എലമെൻ്റ് ആണ്. എക്സ് എടുത്തിരിക്കുന്നത് എച്ചിൽ നിന്ന്, അതിൻ്റെ സബ്സ്പേസ് ആയിട്ടുള്ള എല്ലിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വൈ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സപ്പോസ് ഇതാണ് നമ്മുടെ എച്ച് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എൽ. ഇത് സെപ്പറബിൾ ആണ്. ഐ ഹാവ് ടേക്കൺ ആൻ എക്സ് ഫ്രം എച്ച്. വൈ എടുത്തിരിക്കുന്നത് എല്ലിൽ നിന്നാണ്. ഓക്കെ, ഇനി വി ആർ ഫൈൻഡിങ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ വിത്ത് ദ ബേസിസ് എലമെൻറ്റ് ഇ ഐ. എല്ലിൻ്റെ ബേസിസ് എലമെൻ്റ് ആയിട്ടുള്ള ഇ ഐയുമായിട്ട് എക്സ് മൈനസ് വൈയുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലീനിയാരിറ്റി പ്രകാരം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ ഇ ഐ. വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ ഇ ജെ ഇ ഐ. ദെൻ
പൈ ഓർത്തോനോർമാലിറ്റി ഓഫ് സിസ്റ്റം ഇ ഐ ഇതെന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ മൈനസ് ഇതും ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ, ബിക്കോസ് എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് ഇ ജെ ഇ ഐകളും വിൽ ബി 0 ഫോർ ജെ നോട്ട് ഈക്വൽ ടു ഐ. അപ്പോൾ പിന്നെ ഐ ജെ ഈക്വൽ ടു ഐ ആവുമ്പോൾ മാത്രമേ നമുക്കൊരു നോൺ സീറോ ടേം ഉണ്ടാവുള്ളൂ, നോൺ സീറോ ടേം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സോ ദിസ് ഇസ് inner product xei minus inner product xei which is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് മൈനസ് വൈയും ഇ ഐയും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ഇ ഐ ആണ് അല്ലേ? ഇനി ഏത് ഇ ഐ ആണ് എടുത്തിരിക്കുന്നത്? വി ഹാവ് ടേക്കൻ എൻ ആർബിട്രറി ഇ ഐ. സോ നമുക്ക് പറയാം x minus y is orthogonal to ei for all I greater than or equal to 1. അപ്പോൾ ഒരു സ്പേസിൻ്റെ എൽ എന്ന് പറയുന്ന സ്പേസിലെ എല്ലാ ബേസിസ് വെക്റ്റേഴ്സിനോടും എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ആണെങ്കിൽ ആ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന ഈ സബ് സ്പേസിലെ എല്ലാവരോടും ഓർത്തോഗണലാണ്. എല്ലാ ബേസിസ് വെക്റ്റേഴ്സിനോടും ഓർത്തോഗണലാണെങ്കിൽ സ്പേസിലുള്ള എല്ലാ വെക്റ്റേഴ്സിനോടും ഓർത്തോഗണലാണ്. സോ വി ഗെറ്റ് എക്സ് മൈനസ് വൈ ഇസ് ഓർത്തോഗണൽ ടു എൽ. ഇനി ഞാൻ സെഡ് എന്ന് പറയുന്നത് എൽ എന്നുള്ള നമ്മുടെ ക്ലോസ്ഡ് സബ് സ്പേസിലെ ഒരു ആർബിട്രറി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എക്സ് മൈനസ് സെഡ് എന്നുള്ളതിനെ എക്സ് മൈനസ് വൈ പ്ലസ് y മൈനസ് സെഡ് എന്ന് എഴുതാം. ഒരു y ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഇതിൽ സെക്കൻഡ് പാർട്ട്, അതായത് y മൈനസ് സെഡ്, സെക്കൻഡ് ടേം y മൈനസ് സെഡ് എന്ന് പറയുന്നത് എല്ലിലുള്ളതാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എല്ലിലുള്ള എല്ലാ എലമെൻസിനോടും ഓർത്തോഗണലാണ്. എക്സ് മൈനസ് വൈ ഈസ് ഓർത്തോഗണൽ ടു എൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ എക്സ് മൈനസ് വൈയും y മൈനസ് സെഡും പരസ്പരം ഓർത്തോഗണലായിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നതിനെ നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ രണ്ട് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയർ കിട്ടുന്നത്. ഞാൻ ഈ ടേമിൽ നിന്ന് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ റിമൂവ് ചെയ്യണം ഈ ഈക്വാലിറ്റിയിൽ നിന്ന്, സോ ദാറ്റ് നമ്മുടെ ആർ എച്ച് എസ് ചെറുതാകും. സോ ഐ വിൽ ഹാവ് നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ. ഇവിടെ സെഡ് വാരീസ് ഓവർ എല്ലാണ്, പക്ഷേ ആർ എച്ച് എസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എൽ എച്ച് എസിലുള്ള സെഡ് വാരീസ് ഓവർ എല്ലാണ്, ബട്ട് ആർ എച്ച് എസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ദിസ് ഈസ് നോട്ട് വൈ, ഇറ്റ് ഈസ് സെഡ്. സോ എല്ലാ നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ, ഇഫ് യു ടേക്ക് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി വിൽ ഗെറ്റ് നോം ഓഫ് എക്സ് മൈനസ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ എല്ലാ നോം ഓഫ് എക്സ് മൈനസ് സെഡുകളും നോം ഓഫ് എക്സ് മൈനസ് വൈയേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ, ഈ നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ലോവർ ബൗണ്ട് ഓഫ് set of all norm x minus z where z element of L, z varies over L. അപ്പോൾ ഈ നോം എക്സ് മൈനസ് വൈ ഇപ്പോൾ ഇവിടെ ലോവർ ബൗണ്ടായി. ഓക്കെ, പക്ഷേ നമുക്കറിയാം y എന്ന് പറയുന്നത് എല്ലിലുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ്. y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൽ ഇറ്റ് സെൽഫ്. സോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സെറ്റിലെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ നോം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള എലമെൻറ്റ് തന്നെയാണ്, അത് ലോവർ ബൗണ്ടുമാണ് എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ലോവർ ബൗണ്ടിന് ഉണ്ടാവാൻ പറ്റില്ലല്ലോ. നോം എക്സ് മൈനസ് വൈ എന്തായാലും ലോവർ ബൗണ്ടാണ്. ആ എലമെൻറ്റ് സെറ്റിലുള്ളതുമാണെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു ലോവർ ബൗണ്ടിന് എന്തായാലും ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് നോം എക്സ് മൈനസ് വൈ തന്നെ ആയിരിക്കും. അതായത് ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് സെഡ് വെർ സെഡ് എലമെൻറ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈ തന്നെ ആയിരിക്കും. ഓക്കെ,
നമുക്കിപ്പോൾ കിട്ടിയത് ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് സെഡ് വെർ സെഡ് വാരീസ് ഓവർ എൽ ഇസ് ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് കിട്ടിയത്. അതായത് റോ എക്സ് എൽ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. സോ നമ്മുടെ പ്രൊജക്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഐ ക്യാൻ കോൾ വൈ ആസ് പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ യൂണീക്കാണ്, അതായത് എക്സിൻ്റെ പ്രൊജക്ഷൻ യൂണീക്കാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് ദർ ഇസ് വൺ മോർ y1, ഒരു y1 ഉണ്ട് എല്ലിൽ സച്ച് ദാറ്റ് ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് സെഡ് വെർ സെഡ് എലമെൻറ്റ് ഓഫ് എൽ ഈസ് സെയിം ആസ് നോം ഓഫ് എക്സ് മൈനസ് y1 എന്ന് ഞാൻ എടുക്കുന്നു. അതായത് y1ഉം ഒരു പ്രൊജക്ഷനാണ് എന്നെടുക്കുന്നു. ദെൻ നമുക്ക് രണ്ടും പ്രൊജക്ഷൻ തന്നെയാണ്, ഒരേ സെറ്റിൻ്റെ ഇൻഫിമം തന്നെയാണ് നമുക്ക് ഇവർ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് നോം ഓഫ് എക്സ് മൈനസ് y1 എന്ന് പറയുന്നതും നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 എന്നുള്ള ഇക്വേഷൻ കഴിഞ്ഞ ദിസ് ഇസ് 1 നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ. ഇവിടെ സെഡ് എലമെൻറ്റ് ഓഫ് എൽ വാസ് ആർബിട്രറി. സെഡിന് എല്ലിലുള്ള ഏത് വാല്യൂ ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. സോ നമ്മുടെ y1 എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലിലത്തെ എലമെൻ്റ് ആണല്ലോ. സോ ഞാൻ സെഡിന് പകരം y1 എന്ന് കൊടുത്താൽ ഐ വിൽ ഗെറ്റ് ഹിയർ നോം ഓഫ് എക്സ് മൈനസ് y1 സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് y1 സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നോം ഓഫ് എക്സ് മൈനസ് y1 സ്ക്വയറും നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയറും ഈക്വലാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? നോം ഓഫ് വൈ മൈനസ് y1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, നോം ഓഫ് വൈ മൈനസ് y1 സ്ക്വയർ 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈ മൈനസ് y1 0 ആവണം. അതായത് y1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? y തന്നെയാണ്. സോ ഒരു ക്ലോസ്ഡ് സബ്സ്പേസിലേക്ക് എൽ എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ സബ്സ്പേസ് ഓഫ് എച്ച് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏത് പോയിൻറ്റിനെ പ്രൊജക്റ്റ് ചെയ്യിച്ചാലും നമുക്ക് പ്രൊജക്ഷൻ ആയിട്ട് കിട്ടുന്നത് ഒരു ഏത് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എടുത്താലും ഇറ്റ് വിൽ ഹാവ് എ പ്രൊജക്ഷൻ ഓൺ ടു എൽ ആൻഡ് ദാറ്റ് പ്രൊജക്ഷൻ ഇസ് യൂണീക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെപ്പറബിൾ കേസാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജനറൽ, അതായത് നോൺ സെപ്പറബിളും കൂടി വന്നിട്ട് എങ്ങനെയായിരിക്കും പ്രൊജക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യും.